ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഇതുവരെ നമ്മുടെ ചാനൽ ചെയ്തിട്ടില്ലാത്തൊരു വ്ളോഗാണ് ചെയ്യുന്നത്, ഒരു വെഡ്ഡിങ് പർച്ചേസ് വ്ളോഗ്. അങ്ങനെ നമ്മൾ ആദ്യം വെഡ്ഡിങ് പർച്ചേസിന് വന്നേക്കുന്നത് നമ്മുടെ പരാഗ് ഫാഷനിലാണ്. ഇത് അവരുടെ ഹരിപ്പാടുള്ള ഔട്ട്ലെറ്റാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വന്നത്. എല്ലാവരും എന്ന് പറയുമ്പോൾ ഒരു 3-4 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് കളർ തീമൊക്കെ ഉണ്ടായിരുന്നു. ബ്ലൂ ആയിരുന്നു നമ്മുടെ കളർ തീം. നമ്മൾ ഹൽദിക്കുള്ള ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ബ്ലൂ കളർ മെറ്റീരിയൽ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ണുകൾ പല സൈഡിലോട്ടും പോയി. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണല്ലോ പരാഗിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പൊതുവേ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്താൽ ഞാൻ പെട്ടെന്ന് വണ്ണം വെക്കുന്നതുകൊണ്ട് എനിക്കിത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പൊതുവേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാറില്ല. പിന്നെ നമുക്ക് വെഡ്ഡിങ്ങൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടണമല്ലോ, എല്ലാവർക്കും ഒരുപോലത്തെ കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമല്ലോ. അങ്ങനെയാണ് നമ്മൾ പരാഗിലെത്തിയത്. അങ്ങനെ ആദ്യം നമ്മളൊരു ബ്ലൂ മെറ്റീരിയലൊക്കെ നോക്കി. പക്ഷേ അതിന് കുറച്ചധികം സ്വീക്കൻസ് കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ തന്നെ അതെല്ലാം നമ്മുടെ ദേഹത്തൊക്കെ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ആ മെറ്റീരിയൽ വേണ്ടെന്ന് വെച്ചു. അതായിരുന്നു ഈ ഒരു മെറ്റീരിയൽ. പക്ഷേ ഇതിൻ്റെ ഗിൽട്ടറൊക്കെ നമ്മുടെ മേത്ത് തന്നെ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഉരച്ച് നോക്കാൻ അവർ തന്നെ പറഞ്ഞപ്പോഴേ അതിൻ്റെ ഗിൽട്ടറെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ മെറ്റീരിയൽ എടുത്തില്ല. പിന്നെ വേറെ ഒരുപാട് ബ്ലൂവിൻ്റെ പല വെറൈറ്റീസ് ഞങ്ങൾ നോക്കി. ബ്ലൂ ലൈറ്റ് ഷെയ്ഡാണ് അവർ പറഞ്ഞത്. പക്ഷേ ലൈറ്റ് ഷെയ്ഡിൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട മെറ്റീരിയലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതായി ഒരു പീക്കോക്ക് ബ്ലൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് പീക്കോക്ക് ബ്ലൂ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് സെലക്ഷൻ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിലെല്ലാം പെട്ടെന്ന് നടന്നു. പിന്നെ നമ്മളവിടെ എല്ലാം ഇങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുറേ അധികം മെറ്റീരിയൽസൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് വാങ്ങിച്ചാൽ ഞാനത് റീയൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല വേറൊന്നും. അത്യാവശ്യം നല്ല രീതിയിൽ മെറ്റീരിയൽസിന് കളക്ഷൻ ഉണ്ട് പരാഗിൽ. ഈ ഹരിപ്പാടുള്ള പരാഗ് തുടങ്ങിയിട്ട് അത്ര നാളായിട്ടില്ല, കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കായംകുളത്തുണ്ട്, ആലപ്പുഴയുണ്ട്. ഇവിടെ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. മെയിൻ കാരണം ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ പരാഗിൽ പോവാതിരുന്നത്. ഒരുപാട് പേര് പരാഗിലെ മെറ്റീരിയൽസ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനൊരു പ്രൈസ് മെറ്റീരിയൽസ് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പോയി ഇതൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, ഞങ്ങൾ ചേച്ചിയെ വിളിച്ചിട്ട് വന്നത് പരാഗ് ഫാഷനിലോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടനും അമ്മയും കൂടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ അവിടെ വന്നപ്പോൾ തൊട്ട് പോസ്റ്റായിരുന്നു. പുള്ളിക്കാരിക്ക് ചെയ്യാനൊന്നുമില്ല, പുള്ളിക്കാരിക്ക് പറ്റി ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുള്ളിക്കാരി ബഹളമായിരുന്നു, ജ്യൂസും ലേസും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചേട്ടൻ വന്ന് ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് പുള്ളിക്കാരിക്കൊരു സമാധാനമായത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരുടെയും നമ്മുടെ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെ എല്ലാം പീസെല്ലാം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ബില്ല് ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ആ ചേച്ചി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ലൈനിങ് ഉൾപ്പെടെ അവിടെ നിന്ന് എടുത്തിട്ടാണ് വന്നത്. പക്ഷേ മെറ്റീരിയലൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. അത് നമുക്ക് വഴി ഞാൻ ഇട്ടിട്ടൊക്കെ കാണിക്കാം കേട്ടോ നിങ്ങളെ. അവിടെ തന്നെ നമുക്കിങ്ങനെ ലേസ് വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ അങ്ങനൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാനൊരു സിമ്പിൾ ആയിട്ടാണിത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. അതായിരുന്നു അന്നത്തെ പർച്ചേസ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ അല്ലാതെ 2-3 ദിവസത്തിന് ശേഷം നമ്മൾ ആലപ്പുഴയിലുള്ള ഇഹാ ഡിസൈൻസിൽ പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ നമുക്ക് സാരിയൊക്കെ ഇഹാ ഡിസൈൻസിൽ നിന്നോ ഒക്കെ നോക്കാമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച് വന്ന സാരിക്ക് ഒരുപാട് വെറൈറ്റീസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കാണുമ്പം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ ചെന്നപ്പം നമ്മുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിനനുസരിച്ച് ഒരുപാട് വെറൈറ്റി സാരികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സാരി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ ആയിരുന്നു. പിന്നെ 2-3 സാരികൾ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു സാരി നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി തന്നെ വെയർ ചെയ്യാം. കാരണം ഞാൻ അന്ന് വെഡ്ഡിങ്ങിന് കൊടുത്ത് ഏകദേശം ഒരു 20K ഒക്കെ നമ്മൾ വാങ്ങിച്ച വെഡ്ഡിങ് സാരി ആയിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ അത് വീണ്ടും റീയൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കരുതി ഞാൻ അതിനൊരു ബ്ലൗസ് എടുത്തിട്ട് അത് തന്നെ നമുക്ക് കല്യാണത്തിന് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതിനൊരു ബ്ലൗസ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ബ്രൊക്കേഡ് അല്ലാണ്ട് വേറെ മെറ്റീരിയലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഈ ഡിസൈൻസിൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിന് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒരൊറ്റ സാരി മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഏത് സാരിയാണെന്നൊക്കെ നമ്മൾ വെഡ്ഡിങ് വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ബില്ല് ചെയ്തതിന് ശേഷം നമുക്ക് SM സിൽക്സിൽ പോകാമെന്ന് കരുതിയിട്ട് ആലപ്പുഴയുള്ള പുള്ളിക്കലുള്ള SM സിൽക്സിലോട്ട് പോയി.
ചെറിയൊരു കോൾഡ് ഉണ്ട് കേട്ടോ, അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ SM സിൽക്സിലെത്തി. ഞാൻ പഴയ SM പുതുക്കിയതിന് ശേഷം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പിന്നെ SMലേക്ക് വരുന്നത്. നമുക്ക് വെഡ്ഡിങ് പർച്ചേസ് കൂടാതെ തന്നെ കുറച്ച് വേറെ പർച്ചേസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ SMലേക്ക് വന്നത്. ആദ്യം നമ്മൾ കരുതി റിസപ്ഷന് പറ്റിയ കുറച്ച് സാരി നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് ഡിസൈനർ സാരി നോക്കാനാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ റെഡി ടു വെയർ സാരി ഉണ്ടു. ഇത് ഞാനിപ്പോൾ വേറെ ഇതേക്കുന്ന റെഡി ടു വെയറിൻ്റെ പാർട്ടി വെയർ ആണ്. ഇതെനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നമുക്ക് റിസപ്ഷൻ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു മസ്റ്റേർഡ് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. റെഡി ടു വെയറും ആണ്, ആരുടെ സഹായം വേണ്ട. അപ്പോൾ ഇത് തന്നെയൊക്കെയാണോ ഞാൻ എടുത്തതെന്ന് ഞാൻ നമ്മുടെ റിസപ്ഷൻ വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി. അപ്പം വെഡ്ഡിങ് സാരിക്ക് മാച്ചായിട്ട് നമുക്ക് ചേട്ടനൊരു കുർത്ത നോക്കാമെന്ന് കരുതി. നെക്സ്റ്റ് നമ്മൾ കുർത്ത നോക്കാനായിട്ട് പോയി. അങ്ങനെ നമുക്കൊരു ആ സെയിം ഷെയ്ഡ് കിട്ടിയില്ലെങ്കിലും എൻ്റെ വെഡ്ഡിങ് സാരി ഒരു ഡബിൾ ഷെയ്ഡാണ്. അപ്പം അതിൽ ഏകദേശം മാച്ചായിട്ട് വരുന്ന ഒരു കുർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ അത് ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അച്ഛന് ഷർട്ട് എടുത്തു. അച്ഛന് റിസപ്ഷനുള്ള ഷർട്ടും കല്യാണത്തിനുള്ള ഷർട്ടും എടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടൻ നമ്മുടെ കുർത്തയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ ആക്ച്വലി കുർത്തയോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്, എല്ലാം എന്നെ നിർബന്ധത്തിന് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇത് കുറച്ചധികം ടൈറ്റായിരുന്നു ആൾക്ക്, അതുകൊണ്ട് ഇത് നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മൾ വേറൊരെണ്ണമാണ് എടുത്തത്, അതും ഞാൻ വെഡ്ഡിങ് വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വേറെ ഒരു പാർട്ടി വെയർ സാരി എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ചധികം സാരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫറിൽ നിന്ന് 2 സാരിയും കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഞാനത് വരും വ്ളോഗ്സിലൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ ടയേർഡായി. ഏകദേശം കുറേ അധികം നേരം നമ്മളവിടെ ചിലവഴിച്ചെന്ന് വെച്ചാൽ കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ചു. എല്ലാം നമ്മുടെ വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. ചിറ്റയുടെ മോൻ്റെ അടുത്ത്, അതായത് ബാലചേട്ടൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പർച്ചേസ് ഇവിടെ നടക്കുന്നുണ്ട്. ചുങ്കിടിയൊക്കെ കണ്ടു. ചുങ്കിടി പണ്ടത്തെ ആ ഫാഷൻ ആണെങ്കിലും സ്റ്റിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ചുങ്കിടി എവിടെ കണ്ടാലും നമ്മൾ കയറി പിടിക്കും. ഞങ്ങളും കയറി പിടിച്ചിട്ടുണ്ട്. അതിലൊരു ചുങ്കിടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ ബില്ല് ചെയ്യാൻ പോവാണ്. ബില്ല് കണ്ട് ചേട്ടൻ്റെ കണ്ണ് തള്ളിപ്പോയതാണ് ഗൈസ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫുള്ള് വെഡ്ഡിങ് പർച്ചേസ് ഒന്നും അല്ല. ചിറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയധികം ഐറ്റംസ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ പോയില്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ താഫിൽ വന്നു. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് ഓർഡർ ചെയ്യുന്നത്. പൊതുവേ ഞാനൊരു ബിരിയാണി ലവറല്ല. അങ്ങനെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിച്ചിട്ട് നമ്മുടെ അന്നത്തെ പർച്ചേസ് അവിടെ തീർന്നു. നെക്സ്റ്റ് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇപ്പം നമ്മൾ ആലപ്പുഴയിലേക്കല്ലേ പോയത്, ഇനി നമുക്ക് ഹരിപ്പാട്ടേക്ക് പോവാം. ഞങ്ങളൊക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഹരിപ്പാടുന്ന സാധനം വാങ്ങിക്കുന്നത്, ഫുൾ മെറ്റീരിയൽസും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കുന്നത്. ഇപ്പം നമ്മുടെ ഹരിപ്പാട്ട് വെഡ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ കട വന്നിട്ടുണ്ട്. കുറച്ച് അധികം നാളായിട്ടോ. അങ്ങനെ നമ്മൾ വെഡ്ലാൻഡിൽ വന്നു. ആദ്യം ചിറ്റിക്കുള്ള സാരി നോക്കി. ഈ ഒരു സാരി ചിറ്റിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ചിറ്റിക്ക് വെഡ്ഡിങ്ങിന് ഉടുക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു സാരി നമ്മൾ നോക്കി. അത്യാവശ്യം ബ്രൈറ്റ് കളറായിരുന്നു. വെഡ്ഡിങ്ങിൻ്റെ ഒരു കളർ തീം എന്ന് പറയുന്നത്, ആ ഒരു തീം അനുസരിച്ച് കുറേ അധികം സാരി നോക്കി. പിന്നെ നമ്മളിവിടെ അമ്മയ്ക്ക് ഒരു സാരി നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ലൈറ്റ് ഷെയ്ഡ് സാരി ആയിരുന്നു. അങ്ങനെ ഒരു സാരി നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്തു. ചിറ്റയുടെ സാരിയാണ് പിന്നെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് SMലെ മിഹയിലൊക്കെ സാരിയിൽ കൂടുതൽ കളക്ഷൻ ഉണ്ടെന്ന് തോന്നിയത് നമ്മുടെ വെഡ്ലാൻഡിലായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ അധികം സാരി നോക്കിയിട്ട് ഈ ഒരു സാരി ചിറ്റയ്ക്ക് ജസ്റ്റ് ഒന്ന് ഉടുപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞങ്ങൾ ഇത് 2 ദിവസം അടുപ്പിച്ച് പോയതാട്ടോ. സാറ്റർഡേ സൺഡേ ഓർ ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ എന്തോ പോയതാണ്. ചേട്ടൻ ആക്ച്വലി ഫസ്റ്റ് ഡേ പോയപ്പോഴേ എന്നോട് പറഞ്ഞു അടുത്ത ദിവസം ഞാൻ വരുന്നതേ ഇല്ല, കാരണം എനിക്കിതൊന്നും ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും വയ്യാന്ന്. പക്ഷെ എന്തായാലും ആൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം മൊത്തം മസ്റ്റേർഡ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നിട്ട് വേറെ കുറച്ച് ഐറ്റംസ് താഴേന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കോട്ട് സെറ്റും കാര്യങ്ങളൊക്കെ. കോട്ട് സെറ്റിനും അധികം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കോട്ട് സെറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇന്നർവെയർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മോൾക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അതായത് നമ്മുടെ കുഞ്ഞു പെണ്ണിന് കല്യാണത്തിനും പിന്നെ ആൾക്കൊരു ഫാഷൻ ഷോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്കൂളിൽ. അപ്പോൾ അതിനെല്ലാം കൂടെ പറ്റിയ ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. പിന്നെ റിസപ്ഷന് ഡ്രസ്സ് എടുക്കണമായിരുന്നു. ഇതെല്ലാം കിഡ്സിൻ്റെ ആട്ടോ. അവൾക്ക് 4.5 വയസ്സുണ്ട്. അപ്പം അവൾക്ക് പറ്റിയത് ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ചേച്ചി
എന്തായാലും അവൾക്ക് പറ്റിയ അത്യാവശ്യം നല്ലൊരു ഫ്രോക്കാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റിസപ്ഷന് പറ്റിയൊരു ഡ്രസ്സും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഡ്രസ്സിന് ഇപ്പോഴും മറ്റേ പഴയ ഫാഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ കൂടുതലും എനിക്ക് പിള്ളേർക്ക് സ്റ്റിച്ച് ചെയ്തിടുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് സ്കേർട്ടാണേലും ടോപ്പാണേലും അവരുടെ ആ ഒരു അളവിന് പറ്റിയ സ്റ്റിച്ച് ചെയ്തിടുന്നതിനോടാണ് എനിക്ക് താല്പര്യം. പക്ഷെ അതിനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്നൊരു ഫ്രോക്കാണ് പുള്ളിക്കാരിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സായിരുന്നെന്ന് തോന്നുന്നു വേറൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ നമ്മുടെ റിസപ്ഷൻ വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിൽ വ്ളോഗ്സൊക്കെ കളറാക്കാം കേട്ടോ. ഇപ്പോഴും ഈ ഫ്രോക്കൊക്കെ പഴയ മോഡൽ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിലും കുറച്ച് വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ലെഹങ്ക ഒക്കെ നോക്കിയപ്പോൾ ഇപ്പോഴും പഴയ മോഡൽ, അതൊക്കെ പിള്ളേർ പിന്നെ റീയൂസ് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് സംഗീതിന് വേണ്ടിയിട്ട് ചേട്ടനൊരു കുർത്ത ഞാൻ നോക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേട്ടന് ഇഷ്ടമില്ല, അത് ചേട്ടൻ്റെ ഫേസിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഞാനൊരു കഫ്താനാണ് വേറെ ചെയ്യുന്നത്, അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടാണ് ചേട്ടന് നമ്മൾ കുർത്ത നോക്കിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ചേട്ടന് ഇത് തീരെ ഇഷ്ടമില്ല, എങ്കിലും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ ട്രയൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം വേറെ ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏതാ എടുത്തതെന്നൊക്കെ നമ്മുടെ വ്ളോഗ്സിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്നൊരു കുർത്ത എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടനൊരു കുർത്ത, അമ്മയ്ക്കൊരു സാരി, വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ കയ്യിലൊക്കെയാണ് ഒരുപാട് സാധനങ്ങളുള്ളത്. അങ്ങനെ നമ്മൾ വെറ്റ്ലാൻഡിലെ പർച്ചേസിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ചിറ്റി ഒരു ട്രാവൽ ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ചിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ ഹരിപ്പാട്ട് തന്നെയുള്ള ബൂട്ട്സ് ആൻഡ് ബാഗ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു ചപ്പൽസ് കാര്യങ്ങളൊക്കെ ഷൂ ഒക്കെ ചിറ്റിക്ക് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ചിറ്റിക്ക് ഷൂ ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനും അവളുടെ ഡ്രസ്സിന് കറക്റ്റ് മാച്ചായിട്ടുള്ള ഷൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് അത് സൈസും കറക്റ്റായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ സ്റ്റുഡിയോന്ന് നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചപ്പൽ. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വെഡ്ഡിങ്ങിന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വെഡ്ഡിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. പിന്നെ ചിറ്റിക്കൊരു പെട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലേതാ പെട്ടി നമ്മൾ എടുത്തതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ ഗൈസ്? അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു വെഡ്ഡിങ് പർച്ചേസ് വ്ളോഗ്. ആക്ച്വലി ഇനി ഒരുപാടധികം ഉണ്ടായിരുന്നു, ഞാൻ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, സോറി ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.